ഈ ജടയങ്ക അമ്പലത്തിലെ ദേവി എന്ന് പറയുന്നത് വിളിച്ചാൽ വിളിയേക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന ദേവിയാണ്. ദുർഗാദേവി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചാൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു ദേവിയാണ് നമ്മുടെ ദേവി. അത് സപ്താഹയജ്ഞത്തിന് വരികയാണെങ്കിൽ അതിൻ്റേതായ ആ കർമ്മങ്ങളോടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ദേവി ആഹ്ലാദത്തിൽ മുങ്ങി അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയാൻ വേണ്ടി മാത്രം നിന്ന് തരും. അതുകൊണ്ട് ഒരു സപ്താഹയജ്ഞത്തിന് എല്ലാവരും വരിക, ദേവിയെ വണങ്ങുക, അതിൽ സംബന്ധിക്കുക. എല്ലാ കാര്യത്തിനും നമ്മളാലാവുന്ന വഴിപാടുകളും ചെയ്ത് ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിട്ട് പോവുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലതേ വരൂ. സപ്താഹത്തിൻ്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസം 10, 11, 12 തീയതികളിൽ നാട്ടുകാരുടെയും മാതൃസമിതിയുടെയും ജടയങ്കാവ് ഭരണസമിതിയുടെയും കൂടെ ആഭിമുഖ്യത്തിൽ സഹകരണത്തോടും കൂടി അഷ്ടബന്ധ കലശം ഈ 3 ദിവസങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് നടത്തി. അതിനുശേഷം ഇവിടെ പ്രത്യേകമായ ഒരു തേജസ്സും ഉണർവും ഭക്തജനങ്ങളുടെ തിരക്കും നമുക്ക് ഇപ്പം വ്യക്തമായി കാണാം. ഈ മാസത്തിൽ അതുപോലെ തന്നെ നവരാത്രി 10 ദിവസം ഗംഭീരമായ അതിഗംഭീരമായ ചിറപ്പും അതുപോലെ തന്നെ സ്പെഷ്യൽ പരിപാടികളും പ്രത്യേകം ചാർത്തും നമുക്ക് നടത്താൻ സാധിച്ചു. ഇതെല്ലാം ഈ നാട്ടുകാരുടെ സഹകരണവും മാതൃസമിതിയുടെയും അതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ്. സപ്താഹത്തിൻ്റെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 കമ്മിറ്റി, നമ്മുടെ സബ് കമ്മിറ്റി തന്നെ 8 കമ്മിറ്റിയോളം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. 8 കമ്മിറ്റിക്ക് 8 കൺവീനേഴ്സ്, മൊത്തത്തിലൊരു ജനറൽ കൺവീനർ, പിന്നെ 4 ജോയിൻറ്റ് കൺവീനേഴ്സ്, ഇവരെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്താഹത്തിൻ്റെ വിറകെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം അടുക്കി ക്ലീനിങ്, കോമ്പൗണ്ട് ക്ലീനിങ്, പന്തൽനാട്ട് കർമ്മം ഇന്നലെ നടത്തി. അതോടൊപ്പം തന്നെ ഇന്നും ഈ സമീപ പ്രദേശങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള ക്ഷേത്രങ്ങളിൽ നമ്മുടെ വിഗ്രഹം കൊണ്ട് നമ്മൾ വാഹനത്തിൽ ഈ മാതൃസമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും കൂടെ ചേർന്ന് വാഹനങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും അവിടുന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇനി ഇതോടൊപ്പം തന്നെ ഈ 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് നമ്മുടെ സപ്താഹം. ഈ 22-ാം തീയതി അതിഗംഭീരമായ ഒരു സാംസ്കാരിക സമ്മേളനം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പുരാതനവും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നതുമായ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരക്കര ശ്രീ ജടയങ്കാവ് ദേവീക്ഷേത്രത്തിലെ 6ാമത് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ മാസം 22-ാം തീയതി ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കൊട്ടാരക്കര പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുന്ന കൃഷ്ണവിഗ്രഹവും ദേവീ വിഗ്രഹവുമായിട്ടുള്ള വിഗ്രഹ ഘോഷയാത്ര സന്ദർശനം നടത്തുകയുണ്ടായി. വളരെയധികം ഒരു വൻ വിജയമായിരുന്നു ചടങ്ങ്. ഇന്ന് ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലും ഈ പ്രദേശത്തുള്ള ഭവനങ്ങളിലും ജടയങ്കാവ് ദേവീക്ഷേത്രത്തിൽ വിഗ്രഹ ഘോഷയാത്ര പ്രയാണം നടത്തുന്നതാണ്. 22-ാം തീയതി വൈകുന്നേരം ജടയങ്കാവ് ദേവീക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബി ശശിധരനാഥൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീ തങ്കപ്പൻ നായർ അവറുകൾ ജടയങ്കാവ് ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യുന്നതും ചലച്ചിത്ര നിർമ്മാതാവും പടിഞ്ഞാറ്റക്കര ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡൻറ്റുമായ ശ്രീ അജിത് വിനായക ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മതപാഠശാല, ഗ്രന്ഥശാല, മാതൃസമിതി എന്നിവയുടെ പ്രവർത്തനങ്ങളുടെ വാർഷിക ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യാതിഥിയായി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ SR രമേശ് അവരുകളും ചെയർമാൻ ഇവിടെ ക്ലാസ്സുകൾ നയിക്കുന്ന നമ്മുടെ രാജലക്ഷ്മി ടീച്ചറെയും സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായിക കോട്ടയം ആലീസ് ഉണ്ണികൃഷ്ണനെയും കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ NSS സെക്രട്ടറി ശ്രീ അനിൽകുമാർ അവർ ആദരിക്കുന്നു. തുടർന്ന് വിവിധ സമുദായങ്ങളിലെ എല്ലാ ഭാരവാഹികളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. തുടർന്ന് പീതരീയ മഠം ആര്യനാട് അവറുകളാണ് ഈ വർഷത്തെ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും യജ്ഞസമാപന ദിവസമായ 29-ാം തീയതി രാവിലെ കളഭാഭിഷേകവും വൈകിട്ട് യജ്ഞത്തിന് സമർപ്പണം നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൽ 200-ൽ പരം പൂവുകളുടെ പുഷ്പാഭിഷേകവും ബഹുജന പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന്
പിന്നെ പതിരദൈവം കുളത്തുനിന്ന് ജടയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ തന്ത്രിദേവം മുഖത്തല നീലമന ഇല്ലത്ത് വിഷ്ണുദത്തൻ നമ്പൂതിരി അവറുകളാണ്. അദ്ദേഹം മറ്റു നിറപറയും വിളക്കും കൊളുത്തി വെച്ച് ഈ നാട്ടിലെ എല്ലാ പിന്നെ വീട്ടുകാരും സ്വീകരിച്ച് ജടയങ്കാവ് ദേവി അമ്മയെയും പിന്നെ കൃഷ്ണവിഗ്രഹത്തെയും സ്വീകരിച്ച് നമ്മുടെ യജ്ഞശാലയിൽ സ്ഥാപിക്കുന്നതായിരിക്കും. 7 മണിക്ക് ശേഷം നടക്കുന്ന പുഷ്പാഭിഷേകം, ആ പുഷ്പാഭിഷേകത്തിന് നമ്മൾ ഏതാണ്ട് 200 പറയോളം പൂവ് കൊണ്ടുവന്ന് നമ്മുടെ മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും അത് ഇറുത്ത് ഭക്തിപരമായ അന്തരീക്ഷ രീതിയിൽ അത് ഇറുത്ത് വൃത്തിയാക്കി പിന്നെ അത് നമ്മുടെ മണ്ഡപത്തിൽ വെച്ച് പിന്നെ ഇട്ട് തന്ത്രിയദ്ദേഹം അത് ശുദ്ധി വരുത്തി പിന്നെ ഇത് പുഷ്പാഭിഷേകം നടത്തുന്നത്.